പൊടുന്നനെയാണ് ഒരു വിവാദം പൊട്ടി വീണത്. RSS അനുകൂല സംഘടനയുടെ പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂരിന്. രാഷ്ട്രീയ എതിരാളികൾ പോലും ഒരു നിമിഷം സ്തബ്ധരായി പോയി. കോൺഗ്രസിൽ നിന്നും പുറത്തു നിന്നും അതിനിശ്ചിത വിമർശനം ഉയർന്നതോടെ HRDSന്റെ പുരസ്കാരം നിരസിക്കുമെന്ന് തരൂർ പ്രഖ്യാപിച്ചു. തന്റെ അനുവാദം ചോദിക്കാതെ പുരസ്കാരം പ്രഖ്യാപിച്ചതാണ് എന്നാണ് വിശദീകരണം. 2 ആഴ്ച മുമ്പേ പുരസ്കാരം വാങ്ങാൻ തരൂർ സമ്മതിച്ചിരുന്നുവെന്നും ഭീഷണികൾക്ക് വഴങ്ങി തീരുമാനം മാറ്റിയതാകാമെന്നും സംഘാടകർ പറയുന്നു. പുരസ്കാരം നിരസിച്ചതിന് ശേഷവും സമൂഹ മാധ്യമങ്ങളിലടക്കം തരൂരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. അച്ചടക്ക നടപടി ഇരന്നു വാങ്ങാൻ ശ്രമിക്കുകയാണോ തരൂർ? ഇത്രയൊക്കെ ആയിട്ടും ശശി തരൂരിനെതിരെ അച്ചടക്ക നടപടിക്ക് അറച്ചു നിൽക്കുകയാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ്? ഇനിയൊരു പക്ഷേ പുരസ്കാര വിവരം ശരിക്കും തരൂർ അറിഞ്ഞിരുന്നില്ലേ? ആദ്യം RDX റാപ്പ് നോക്കാം. വിവാദങ്ങൾ രാഷ്ട്രീയ വളമാക്കുന്ന നേതാവാണ് ശശി തരൂർ. UN-ൽ ജോലി ചെയ്ത കാലത്താണെങ്കിലും പുസ്തകം എഴുതുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും ആ ട്രാക്ക് റെക്കോർഡ് കാത്തു. ഒന്നിനു പുറകെ ഒന്നായി കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാവുകയാണ് തരൂർ. ഇന്നലെ വൈകുന്നേരമാണ് RSS അനുകൂല സംഘടനയുടെ പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂരിന് പ്രഖ്യാപിച്ച വാർത്ത പുറത്തുവന്നത്. പഹൽഗാമിലെ പ്രത്യാക്രമണത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ നയം വിശദീകരിക്കാൻ പ്രധാനമന്ത്രി അയച്ച പ്രതിനിധി സംഘത്തെ നയിച്ചതടക്കം സംഭാവനകൾ പരിഗണിച്ചാണ് ശശി തരൂരിനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് എന്നായിരുന്നു HRDSന്റെ വിശദീകരണം. BJP നേതാക്കളായ V മുരളീധരൻ, ജേക്കബ് തോമസ്, BJP MP-മാരായ ബാൻസുരി സ്വരാജ്, ശാന്തനു ത്രിവേദി, സംരംഭകയും BJP സഹയാത്രികയുമായ കരുണ ഗോപാൽ, HRDSുമായി സഹകരിക്കുന്ന ചില വിദേശ സന്നദ്ധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർക്കാണ് തരൂരിനൊപ്പം സവർക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചത്. വിവാദമായതോടെ പുരസ്കാരം ഏറ്റുവാങ്ങില്ലെന്ന് തരൂർ അറിയിച്ചു. എന്തായാലും പുരസ്കാരം പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ അറിഞ്ഞിട്ടും വിവാദമാകുന്നതുവരെ അത് നിഷേധിക്കാതെയും അതിനെതിരെ പ്രതികരിക്കാതെയും തരൂർ നീട്ടിവെച്ചുവെന്ന വിമർശനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉയരുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. വിനായക് സവർക്കർ പുരസ്കാര വിവാദത്തിൽ ശശി തരൂരിനെതിരെ K മുരളീധരൻ നടത്തിയത് കടുത്ത വിമർശനമാണ്. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തു പോയ ആളാണ് സവർക്കർ. ആ വ്യക്തിയുടെ പേരിൽ അവാർഡ് വാങ്ങുന്നത് പാർട്ടിക്ക് അപമാനമാണെന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. വീര സവർക്കറുടെ പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല. കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു പോയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഒരു കോൺഗ്രസ്സുകാരനും അവാർഡ് വാങ്ങാൻ പാടില്ല. അത് പാർട്ടിക്ക് ഒരു അവമാനം ഉണ്ടാക്കും. ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 2 ആഴ്ച മുമ്പ് ശശി തരൂരിന്റെ ഡൽഹിയിലെ വീട്ടിലെത്തി പുരസ്കാര വിവരം അറിയിച്ചെന്നാണ് HRDSന്റെ ഡയറക്ടർ അജി കൃഷ്ണൻ പറഞ്ഞത്. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞതാണ്. ഒരുപക്ഷെ ഭീഷണികൾക്ക് വഴങ്ങിയാണ് ശശി തരൂർ തീരുമാനം മാറ്റിയതെന്നും അജി കൃഷ്ണൻ ആരോപിച്ചു. ഇതേവരെ നമ്മുടെ ഓഫീസിനെ അറിയിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന വലിയ ഭീഷണി ഉണ്ടാകുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പിന്മാറേണ്ടി വന്നതായിരിക്കാം. നിങ്ങൾ തരൂർജിയെ ഇതിനകത്ത് തിരഞ്ഞെടുക്കാൻ ഉണ്ടായൊരു കാര്യം, അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിന് വേണ്ടിയിട്ട് വലിയ രൂപത്തിലുള്ള സംഭാവന ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് വന്ന ആളാണ് തരൂർജി. 150 കോടി ജനങ്ങൾക്കകത്തുനിന്ന് ഞങ്ങൾ മികച്ചത് എന്ന് കരുതുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നത്. ഡാറ്റാ ഷീറ്റിലേക്കാണ് തരൂരും വിവാദങ്ങളും ഒന്ന് പരിശോധിക്കാം. 2009 കേന്ദ്രമന്ത്രി ആയപ്പോൾ ഡൽഹിയിലെ 5 സ്റ്റാർ ഹോട്ടലിലെ താമസം ആദ്യ വിവാദമായി. വിമാനത്തിലെ ഇക്കണോമി ക്ലാസിനെ കന്നുകാലി ക്ലാസ് എന്ന് വിശേഷിപ്പിച്ച് ട്വീറ്റ് ചെയ്തതും വിവാദമായി. കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നതോടെ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞു. കൊച്ചിയിലെ IPL ഫ്രാഞ്ചൈസിയുമായുള്ള ബന്ധം പുറത്തായതിന് പിന്നാലെ കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നു. 2014 ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തരൂരിന് തിരിച്ചടിയായി. കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാൻ BJPയുമായി അടുത്തെന്ന ആരോപണവും എതിരാളികൾ ഉയർത്തി. പണ്ട് തുടങ്ങിയ സ്തുതി തരൂരിന്റെ മോദി അനുകൂല പ്രസ്താവനകൾ ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. 2019 ശശി തരൂർ മോദി അനുകൂല പ്രസ്താവന നടത്തിയത് കോൺഗ്രസിൽ വൻ വിവാദമായിരുന്നു. മോദി റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായ നേതാവെന്നും തരൂർ പ്രശംസിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തരൂർ നടത്തിയ മോദി അനുകൂല പ്രസ്താവനകൾ കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചു. രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് മോദി മറുപടി നൽകിയെന്ന് തരൂർ പറഞ്ഞു. മോദി വന്നതിന് ശേഷമാണ് അതിർത്തിയെയും നിയന്ത്രണ രേഖയെയും കടന്ന് ഭീകരതയ്ക്ക് മറുപടി നൽകിയത്. കുടുംബവാഴ്ചയിൽ കൊട്ട് ഉണ്ട് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന്. കുടുംബവാഴ്ചയിൽ നെഹ്റു കുടുംബത്തെ ശശി തരൂർ കടന്നാക്രമിച്ചതും വാർത്തയും വിവാദവുമായി. നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടെന്ന് വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. പരിചയത്തിനേക്കാൾ ഉപരി പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ലെന്നായിരുന്നു മറ്റൊരു വിമർശനം.
വ്ളാദിമിർ പുടിന് രാഷ്ട്രപതി നൽകിയ അത്താഴ വിരുന്നിൽ, അതായത് കഴിഞ്ഞ ദിവസം നടന്ന അത്താഴ വിരുന്നിൽ കോൺഗ്രസിനെ ക്ഷണിച്ചിരുന്നില്ല, രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒഴിവാക്കിയപ്പോൾ ശശി തരൂരിനെ മോദി സർക്കാർ ക്ഷണിച്ചു. പാർട്ടിയോട് ആലോചിക്കാതെ ശശി തരൂർ വിരുന്നിൽ പങ്കെടുത്തത് കോൺഗ്രസിൽ ചർച്ചയായി. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ വിരുന്നിന് ക്ഷണിക്കാത്തത് എന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം. തരൂരിന് മുന്നിലുള്ള ഇനിയുള്ള വഴി എന്താണ് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. തുടർച്ചയായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തരൂരിനെതിരെ അച്ചടക്ക നടപടിക്ക് മടിക്കുന്നുണ്ട് ഹൈക്കമാൻഡ്. അച്ചടക്ക നടപടി എടുക്കണമെന്ന ആവശ്യം പക്ഷേ കോൺഗ്രസിലും കേരളത്തിലെ കോൺഗ്രസിലും ശക്തമാണ്. താക്കീത് നൽകാൻ സാധ്യത മുന്നിൽ നിൽക്കുന്നു. വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്ന സൂചനയുണ്ട്. സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. മൗനം പാലിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് പോകാനും പദ്ധതിയുണ്ട്. ഇനി സീറ്റ് നൽകാനുള്ള സാധ്യതയും പൊതുവിൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല. BJP-യിലേക്കാണോ തരൂർ എന്ന ചോദ്യം കൂടിയുണ്ട്. ശശി തരൂരിനെതിരെ കോൺഗ്രസ് കടുത്ത നടപടിയെടുത്താൽ അദ്ദേഹം BJP-യിൽ ചേരും, അല്ലെങ്കിൽ BJP സ്വീകരിക്കും എന്ന അഭ്യൂഹം ശക്തമാണ്. തരൂർ എത്തിയാൽ BJP സ്വീകരിച്ചേക്കും. തിരുവനന്തപുരത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് അങ്ങനെയാണെങ്കിൽ വഴിയൊരുങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കേരളത്തിൽ BJP കേന്ദ്ര നേതൃത്വം തരൂരിനെ ഉയർത്തിക്കാട്ടിയേക്കും. കോൺഗ്രസ് വിട്ടു വന്നാൽ ശശി തരൂരിന് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നൽകാനും BJP-ക്ക് ആലോചനയുണ്ട്. ആരാണ് സവർക്കർ എന്നുകൂടി നമുക്ക് വളരെ വേഗത്തിലൊന്ന് പരിശോധിക്കാം. തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടി ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു. ഹിന്ദുത്വ മതരാഷ്ട്രവാദിയായിരുന്നു സവർക്കർ. ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ ആശയത്തിന്റെ പ്രചാരകനാണ്. മതേതര രാഷ്ട്രം എന്ന ചിന്താഗതിയോട് കടുത്ത എതിർപ്പാണ്. ഇന്ത്യൻ ദേശീയത ഹിന്ദു എന്ന സത്വബോധത്തിൽ അധിഷ്ഠിതമാകണമെന്ന് സവർക്കർ വാദിച്ചു. കോൺഗ്രസിന്റെ മതേതര നയങ്ങൾ മുസ്ലിം പ്രീണനമായി കണ്ട് സവർക്കർ എതിർക്കുകയും ചെയ്തു. ആൻഡമാനിലെ തടവുകാലത്ത് ശിക്ഷാ ഇളവിനായി ബ്രിട്ടീഷ് സർക്കാരിനോട് പലവട്ടം മാപ്പിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിന് വിധേയനായി പ്രവർത്തിക്കാമെന്നും മാപ്പ് അപേക്ഷയിൽ ഉറപ്പ് നൽകി. മഹാത്മാഗാന്ധി വധക്കേസിൽ വിനായക് ദാമോദർ സവർക്കർ പ്രതിയായി ചേർക്കപ്പെട്ടിരുന്നു. വിചാരണ വേളയിൽ തെളിവുകളുടെ അഭാവത്തിൽ പിന്നീട് പ്രതിപട്ടികയിൽ നിന്ന് സവർക്കറെ ഒഴിവാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. സനീഷ്, തരൂരിന്റെ ചാട്ടം എങ്ങോട്ടാണ് എന്നുള്ളത് കോൺഗ്രസിലെ ഏതാണ്ട് ആളുകൾക്കും രാഷ്ട്രീയം നോക്കുന്ന ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ എന്തോ ഒരു പുസ്തകം അങ്ങ് വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ വായിച്ചിട്ടില്ല. അങ്ങനെ ഒരു പുസ്തകമാണ്. മോദി വന്നതിന് ശേഷം നിശിതമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ തരൂരാണ് 2019 സ്വിച്ചിട്ട പോലെ മാറിയത്. തരൂർ പോകുമോ? അതായത് ഇതിനകത്ത് ഈ മഹാബുദ്ധിജീവിയായിട്ട് നമ്മളെല്ലാവരും കണക്കാക്കുന്ന ശശി തരൂർ കാണിച്ചു കൂട്ടുന്ന മഹാകോമാളിത്തരങ്ങളിൽ ഒന്നായിട്ട്, ഏറ്റവും ഒടുവിലത്തെ ഒന്നായിട്ട് എന്നാണ് ഞാനിതിനെ കാണുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഒന്നായിട്ട് എന്നാണ്, ഏറ്റവും അവസാനത്തെ എന്നല്ല. കാരണം ഇനിയും ഇദ്ദേഹം ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ച കൂട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് കോമാളിത്തം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ഈ HRDSൻ്റെ അജിയെ, അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളിപ്പോൾ സംസാരിച്ചല്ലോ, അയാൾ പറഞ്ഞ കാര്യത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ്. അയാൾ പരസ്യമായിട്ട് പറയുകയാണല്ലോ, ഞാൻ വീട്ടിൽ ചെന്ന് അറിയിച്ചിരുന്നു സവർക്കറിൻ്റെ പേരിലുള്ള അവാർഡ് തരാൻ വേണ്ടി പോവുകയാണ് എന്ന്. അത് ശശി തരൂരിന് അറിയാമായിരുന്നു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് വന്ന് പറഞ്ഞതുകൊണ്ടാണ്, നമ്മൾ അതിനെ വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ മുൻകൂട്ടി സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് അനൗൺസ് ചെയ്യുകയും അത് വീട്ടിൽ ചെന്ന് അറിയിക്കുകയും സ്വീകരിക്കാമെന്ന് സമ്മതിക്കുകയും അത് വലിയ വാർത്തയായപ്പോൾ, വലിയ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ വാങ്ങുന്നില്ല എന്ന് പറയുകയും ചെയ്തു എന്നതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വാങ്ങുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം പറഞ്ഞതിന് ശേഷം മറ്റ് വിവരങ്ങളിലേക്ക് ആദ്യം വീണ്ടും പോകാം. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഫേസ്ബുക്കിൽ വന്നതിൽ, ഞാൻ ഇന്ന് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന വീർ സവർക്കർ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തായി മാധ്യമ വാർത്തകളിൽ നിന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് തുടങ്ങുന്ന ആ ഇതിനകത്ത്, പോസ്റ്റിനകത്ത്, ഇങ്ങനെയൊരു പുരസ്കാരത്തെക്കുറിച്ച് എനിക്ക് അറിവില്ലെന്നും ഞാനത് സ്വീകരിച്ചിട്ടില്ലെന്നും തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഞാൻ വ്യക്തമാക്കിയിരുന്നു. എൻ്റെ അനുവാദം ചോദിക്കാതെ എൻ്റെ പേര് പ്രഖ്യാപിച്ചത് സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദപരമായ നടപടിയാണെന്നും ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം ഈ HRDSൻ്റെ ആളുകളെ തള്ളുകയാണ്. എന്നിരുന്നാലും ഇന്നും ഡൽഹിയിൽ ചില മാധ്യമങ്ങൾ ഇതേ ചോദ്യം ആവർത്തിക്കണം. അതിനാൽ ഇക്കാര്യത്തിൽ അസന്നിഗ്ധമായ വ്യക്തത വരുന്നതിനാണ് ഞാൻ ഈ പ്രസ്താവന ഇറക്കുന്നത്. പുരസ്കാരത്തിൻ്റെ സ്വഭാവം, അത് നൽകുന്ന സംഘടന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്നിവയെക്കുറിച്ചൊന്നും യാതൊരു വ്യക്തതയുമില്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചോ പുരസ്കാരം സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യമേ ഉദിക്കുന്നില്ല. എന്തൊരു വിചിത്രമായ വിശദീകരണമാണിതെന്ന് നോക്കൂ. അതായത് ഇതിനകത്ത് പുരസ്കാരത്തിൻ്റെ സ്വഭാവം, അത് നൽകുന്ന സംഘടന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് ഞാനിത് സ്വീകരിക്കാത്തത്, ആ ചോദ്യമേ ഉദിക്കുന്നില്ല എന്ന് പറയുന്നത്. പുരസ്കാരത്തിൻ്റെ സ്വഭാവവും അത് നൽകുന്ന സംഘടനയൊക്കെ പോട്ടെ, പുരസ്കാരത്തിൻ്റെ സ്വഭാവം ആ പേരിൽ നിന്ന് വ്യക്തമല്ലേ? വീർ സവർക്കർ എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷക്കാർ വിളിക്കുന്ന സവർക്കറുടെ പേരിലൊരു അവാർഡ് ഇദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അത് സവർക്കറുടെ രാഷ്ട്രീയ ഐഡിയോളജിയോട് എനിക്ക് എതിർപ്പാണുള്ളത് എന്നതുകൊണ്ട് ഞാനിത് ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയേണ്ടുന്ന, വളരെ വ്യക്തമായിട്ടും പറയേണ്ടുന്ന ശശി തരൂർ അക്കാര്യം പറയുന്നേയില്ല. എന്തൊരു ഭീരുത്വം നിറഞ്ഞ നിലപാടാണിത്, എന്തൊരു കോമാളിത്തമാണിത് എന്നെനിക്ക് തോന്നിയതിൽ വല്ല സംശയമുണ്ടോ? അങ്ങനെ തള്ളിക്കളയാനുള്ള വല്ല കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്കത് കോമാളിത്തമാകുന്നത്? വൈ ഐ ആം എ ഹിന്ദു
എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകമുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ അധ്യായം പൊളിറ്റിക്കൽ ഹിന്ദുയിസം എന്നതാണ് രണ്ടാമത്തെ ഭാഗം. ആ രണ്ടാമത്തെ ഭാഗത്തിൽ ദി RSS ആൻഡ് സവർക്കർ എന്ന ഒരു പ്രത്യേക ഭാഗം തന്നെയുണ്ട്, ഒരു സബ് അധ്യായമുണ്ട് അതിനകത്ത്. ദി RSS ആൻഡ് സവർക്കർ. സവർക്കറെയും അയാളുടെ രാഷ്ട്രീയത്തെയും പരിചയപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും പരിചയപ്പെടുത്തിയാണ് ഇതിനകത്താകെ. സവർക്കറുടെ ഹിന്ദുത്വ എന്ന ആശയം തന്നെ രാജ്യത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഉൾക്കൊള്ളാത്തതാണ് എന്ന് അദ്ദേഹം വിശദമായിട്ട് തന്നെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പ്രത്യേകമായിട്ട് സവർക്കറെക്കുറിച്ച് പറയുന്നൊരു കാര്യം, 1939 സവർക്കർ സാവിത്രി ദേവി എന്ന പേരിൽ എഴുതുമായിരുന്ന ഒരു സ്ത്രീയുടെ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. ഈ സാവിത്രി ദേവി യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരിയല്ല, അവർ വിദേശിയായുള്ള ഒരാളാണ്. അവർ ഗ്രീക്ക്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് പേരുകളുള്ള ആളാണ്. അവരുടെ പേര് മാക്സിമിലിയാനി പോർത്താസ് എന്നാണ്. ഇന്ത്യൻ സംസ്കാരത്തോടും ഹിന്ദുയിസത്തോടൊക്കെ താല്പര്യം വന്നിട്ട് അവർ ഒരു ഇന്ത്യൻ പേര് സ്വീകരിച്ചിട്ട് സാവിത്രി ദേവി എന്ന പേരിൽ ഇന്ത്യയെപ്പറ്റിയും ഹിന്ദുത്വയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ എഴുതുന്ന ഒരാളാണ്. അവരുടെ പുസ്തകത്തിന് സവർക്കർ അവതാരിക എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്, ഈ ഒരു ഇൻസിഡൻ്റ് എടുത്തു വെച്ചിട്ടാണ് ശശി തരൂർ ആ പുസ്തകത്തിൽ സവർക്കറെ പരിചയപ്പെടുത്തുന്നത്. അതിനകത്ത് ഈ മാക്സിമിലിയാനി, ഈ പറഞ്ഞ പോർത്താസ് എന്ന് പറഞ്ഞ സാവിത്രി ദേവി ആരാണ്? ഹിറ്റ്ലറുടെ വലിയ ആരാധികയാണ്, നാസിസത്തിൻ്റെ വലിയ ആരാധികയായിരുന്നു. അതേ ശ്രേണിയിൽ വേണം, ഹിറ്റ്ലറുടെ ആരാധികയായിരുന്നു എന്ന് മാത്രമല്ല ശശി തരൂർ ആ പുസ്തകത്തിൽ പറയുന്നത്, ഹിറ്റ്ലർ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് കരുതിയിരുന്ന, പ്രചരിപ്പിച്ചിരുന്ന ഒരാളാണ് ഈ മാക്സിമിലിയാനോ പോർത്താസ് എന്ന സാവിത്രി ദേവി എന്ന് അദ്ദേഹം, ഈ മഹാബുദ്ധിജീവിയായുള്ള ശശി തരൂർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സവർക്കറിൻ്റെ രാഷ്ട്രീയം എനിക്ക് താല്പര്യമുള്ളതല്ല എന്ന് അസന്ദിഗ്ധമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. എൻ്റെ ഹിന്ദുത്വം എൻ്റെ ഹിന്ദുമത വിശ്വാസം ഇവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയമല്ല എന്നെഴുതിയ പുസ്തകം കാണ്ഡമായിട്ട് എഴുതിയ മനുഷ്യൻ സവർക്കറിൻ്റെ പേരിലുള്ള അവാർഡ് ഞാൻ വാങ്ങുകയില്ല എന്ന് അസന്ദിഗ്ധമായിട്ട് പറയുന്നതിന് പകരം ഏത് സംഘടനയാണോ എന്ത് സ്വഭാവത്തിലാണോ തരുന്നതെന്ന് അറിയാത്തൊരു സാഹചര്യം ഞാൻ വാങ്ങില്ല എന്നാണ്. എന്ന് വെച്ചാൽ നല്ല ഡൽഹിയിലെ നരേന്ദ്രമോദി തന്നെയും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയും വന്ന് പങ്കെടുക്കുമായിരുന്ന ഒരു സ്റ്റേജിൽ കുറെ കൂടെ കളർഫുള്ളായിട്ടുള്ള HRDSനെ പോലെ തമാശ സംഘടന അല്ലാത്തൊരു സംഘടനയാണ് വന്ന് ഈ അവാർഡ് കൊടുക്കുന്നതെങ്കിൽ ശശി തരൂർ കയ്യും നീട്ടി വാങ്ങിയേനെ എന്നല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ശശി തരൂർ എന്തായി ചെയ്യുന്നത്? അതായത് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേതാക്കൾ BJPയിലേക്ക് പോയി. അവർ മാന്യരായുള്ള നേതാക്കൾ. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൽ രാഷ്ട്രീയ മാറ്റം വന്നപ്പോൾ അവർ പാർട്ടി മാറി. ഇദ്ദേഹം മനസ്സിൽ രാഷ്ട്രീയ മാറ്റം വന്നിട്ടും ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിൽക്കുകയാണ്. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകുന്നത്, അതിൻ്റെ ചെലവ്, അദ്ദേഹം വലിയ സമ്പന്നൊക്കെ ആയിരിക്കാം, പക്ഷേ അവിടെ MP എന്ന പദവി കോൺഗ്രസ് പാർട്ടി കൊടുത്തതാണ് അല്ലേ? ഈ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരായുള്ള പാവപ്പെട്ട മനുഷ്യർ വെയിലും മഴയും കൊണ്ട് ഇദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ വേണ്ടി നടന്നിട്ട് അവരുടെ രാഷ്ട്രീയത്തെ പാർലമെൻറ്റിൽ ചെന്ന് ഉഷാറായിട്ട് സംസാരിക്കുമെന്ന് കണക്കാക്കി അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ ഇദ്ദേഹം നടന്നത് കോൺഗ്രസ്സിനെതിരായിട്ടുള്ള പരാമർശമാണ്. സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവി എന്ന് പണ്ടൊരു സാഹചര്യത്തിൽ VS അച്യുതാനന്ദനെ സുകുമാർ അഴീക്കോട് ഒന്ന് വിമർശിച്ചിരുന്നു. VS അച്യുതാനന്ദൻ അത് അർഹിക്കുന്ന ആളല്ല എന്ന് അന്നും ഇന്നും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കുക മാത്രമല്ല മറ്റു പക്ഷികളെ കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ സ്വന്തം കൂട്ടിൽ കാഷ്ടിപ്പിക്കുന്ന ജീവിയാണ് എന്നായിരുന്നു. ഇപ്പോൾ ഞാനല്ല, സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ ശശി തരൂരിനെ വിശേഷിപ്പിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അവരവരുടെ രാഷ്ട്രീയ ധാരണകളിൽ, പുസ്തകത്തിലൂടെയൊക്കെ എഴുതിയ, മഹാബുദ്ധിജീവിയായിട്ട് എഴുതിയ അവരവരുടെ രാഷ്ട്രീയ ധാരണകളിൽ അടിയുറച്ച് നിൽക്കുകയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ട മറ്റൊരുപാട് സവിശേഷതകളിൽ ഏറ്റവും പ്രധാനം എന്താണ്? രാഷ്ട്രീയ സ്ഥൈര്യം എന്നതല്ലേ VS അച്യുതാനന്ദൻ കാണിച്ചെന്ന്. 13ാമത്തെ വയസ്സ് അദ്ദേഹം ഒരു രാഷ്ട്രീയം പിടിച്ചു. അദ്ദേഹം മരിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയത്തിനകത്തായിരുന്നു. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ ഒരു രാഷ്ട്രീയം പിടിച്ചു. അദ്ദേഹം ഇപ്പോഴും ആ രാഷ്ട്രീയത്തിൻ്റെ പതാക വാഹകനാണ്. രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാകേണ്ടതില്ല. ആ രാഷ്ട്രീയ സ്ഥിരത മറ്റുള്ളവർക്ക് ബോധ്യമാകേണ്ടതല്ലേ? ഇനി രാഷ്ട്രീയ സ്ഥിരതയിൽ മാറ്റം വരാം. ഏത് മനുഷ്യനും രാഷ്ട്രീയം ജീവിച്ചു പോകുമ്പോൾ ഇതല്ല ശരിയായ രാഷ്ട്രീയം എന്ന് തോന്നൽ സ്വാഭാവികമാണ്. പക്ഷേ അവിടെ ഈ പറയുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്ന പോലെ BJPയിലേക്ക് മാറാത്ത എന്തുകൊണ്ടാണ്? ഇദ്ദേഹം ഇവിടെ നിന്നിട്ട് ഈ സ്വന്തം കൂട്ടിനെ വൃത്തികേടാക്കുക, ആളുകളെ ചൂടാക്കുക എന്ന കാര്യമാണ് ചെയ്യുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ ബിനിൽ, അതായത് ഈ HRDSനെ പറ്റിയാണ്. അവരൊരു തമാശ സംഘടനയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാർത്ത ഉണ്ടാക്കുക എന്നതിൽ സവിശേഷമായ താല്പര്യം നേരത്തെയും പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഈ ടീമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വപ്ന സുരേഷ് ജോലി കൊടുത്തു എന്നത് മറ്റെന്ത് താല്പര്യമാണ്? സ്വപ്ന സുരേഷ് ജോലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ വാർത്ത വരും എന്നറിയാവുന്ന ആ തരത്തിൽ സാമർഥ്യമുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അത്തരമൊരു സംഘടനയ്ക്ക് ഇദ്ദേഹത്തിന് കൊടുത്താൽ ഇദ്ദേഹം സ്വീകരിച്ചോളൂ എന്ന തോന്നലുണ്ടായത് എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിക്ക് സവർക്കർ അവാർഡ് കൊടുക്കുമോ ആരെങ്കിലും? പോട്ടെ, നമ്മുടെ KC വേണുഗോപാലിന് ആരെങ്കിലും പ്രഖ്യാപിക്കുമോ? ഈ HRDS പ്രഖ്യാപിക്കുമോ? ഇല്ല. അവരവരുടെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരാണ് എന്ന് ഇവർക്കറിയാം. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നറിയാം. അങ്ങനെ ആർക്കും എടുത്ത് കൊണ്ടുപോകാവുന്ന ഒരാളായിട്ട് ഈ മഹാബുദ്ധിജീവിയും
മഹാഗംഭീരമായിട്ട് മലയാളമല്ല ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഈ മനുഷ്യൻ അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് വ്യസനിക്കുകയായിരിക്കും തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാരെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഉറപ്പായും ഇത്രയും സനീഷ് പറഞ്ഞു എല്ലാത്തിനോട് യോജിപ്പാണ്. എനിക്ക് ഇതിൽ പറയാനുള്ളത് കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി തരൂരിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കോൺഗ്രസ് അത് എടുക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കുന്നതനുസരിച്ച് തരൂരിനെ അങ്ങോട്ട് തള്ളിവിടണ്ട, അങ്ങ് തള്ളി വിട്ട് പോകണ്ട എന്നുള്ള ഒരു നിലപാടായിരിക്കും. മാത്രമല്ല അത് നമ്മൾ ഈ പറയുന്ന ഷോർട്ടർ ബെൽറ്റിൽ മാത്രമല്ല, തരൂർ എന്ന് പറയുന്ന ആൾക്ക് ഈ സനീഷ് പറഞ്ഞതുപോലെ വലിയ ബ്രോഡായിട്ടുള്ള ഒരു ഓഡിയൻസ് രാജ്യവ്യാപകമായിട്ടുണ്ട്. ഇൻ്റലക്ച്വൽസിന് ഉൾപ്പെടെ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ അദ്ദേഹത്തിന് ഉതകുന്ന രീതിയിലുള്ള സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ മലയാളികൾ മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റു ബെൽറ്റുകളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഈ പറയുന്ന ബെൽറ്റുകളിൽ ചർച്ചയാവുക എന്നൊരു ആശങ്ക സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ദേശീയ പാർട്ടി എന്ന നിലയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അപ്പോഴും കോൺഗ്രസ് ആശങ്ക മറികടന്നിട്ടാണെങ്കിലും പോകുന്നവർ പോകട്ടെ എന്ന് രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരുപാട് ആളുകൾ പോയിട്ടുള്ളത്. അപ്പോൾ പോകുന്നവർ പോകട്ടെ, ശശി തരൂരിനെ പോലെ ആളെ ഇനിയും പിടിച്ചു നിർത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തണം. അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് വടി കൊടുക്കുന്ന ഒരു അവസരമായി മാറും. സ്വാഭാവികമായും രാഷ്ട്രീയ എതിരാളി എന്ന് പറയുമ്പോൾ BJP അല്ലല്ലോ ഇത് ഉന്നയിക്കാൻ പോകുന്നത്. ഇത് ഇങ്ങനത്തെ പോക്കറ്റുകളിൽ വളരെ സെക്യുലറായി ഈ രാഷ്ട്രീയം സംസാരിക്കുന്ന മറ്റ് രാഷ്ട്രീയ എതിരാളികൾ സ്വാഭാവികമായിട്ടും പ്രാദേശിക തലത്തിൽ CPIM പോലുള്ള പ്രധാനപ്പെട്ട പ്ലേയേഴ്സ്, അല്ലെങ്കിൽ ബംഗാളിൽ പോയ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK ഇത് പറയുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല, അവരത്ര സൗഹൃദത്തിൽ പോകുന്നുണ്ട്. പക്ഷേ അത്തരം പ്ലേയേഴ്സ് ഇത് രാഷ്ട്രീയമായി കോൺഗ്രസിന് എതിരെ ഉപയോഗിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അത് ഉപയോഗിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്ത് നോക്കും. ഒരു പക്ഷേ സനീഷ് ഒന്ന് ഓർത്തു നോക്കൂ, ഇന്നിപ്പോൾ തരൂർ ഈ നിലപാട് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് രാജ്നാഥ് സിംഗിൽ നിന്ന് ആ പുരസ്കാരം വാങ്ങി ഫോട്ടോ എടുക്കുന്ന തരൂരിൻ്റെ പടമായിരിക്കും നാളെ പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ വരിക. നാളെ മുഖ്യമന്ത്രി പിണറായിൽ കൊടുക്കുന്ന ബൈറ്റിൽ പ്രധാനപ്പെട്ടത് അതായിരിക്കില്ലേ? സത്യമായിരിക്കും, അത് ഉറപ്പായിരിക്കും, ഒരു സംശയമില്ല. രാഷ്ട്രീയമായി ആരാണെങ്കിലും ഉപയോഗിക്കും. അത് കോൺഗ്രസ് ആണെങ്കിൽ CPIM-നെതിരെ വടി കിട്ടിയാൽ അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നിശ്ചയമായും ഇതിന് ഒരു കൂച്ചുവിലം കിടേണ്ടത് അനിവാര്യതയാണെന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല അദ്ദേഹം ഏത് പൊസിഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്? അദ്ദേഹം യൂണിറ്റ് കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകർ, ഒരു സാധാരണ MPO പോലും അല്ലല്ലോ. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ആ സംഘടനയുടെ ഉന്നതാധികാര സമിതി അംഗമാണ്. കോൺഗ്രസ് അധ്യക്ഷനാവാൻ മത്സരിച്ചിരുന്ന ആളാണ്. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ വ്യക്തി കോൺഗ്രസ് അധ്യക്ഷനായിരുന്നെങ്കിൽ എന്തവസ്ഥയായേനെ ഈ സംഘടന എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പല കോൺഗ്രസ്സുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ VD സതീശൻ ഇന്ന് കൈകൂപ്പിയല്ലോ, അത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെയെങ്കിലും ഈ മാൻഡ്രേക്കിൽ നിന്ന് എടുത്തു മാറ്റൂ എന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആലോചിക്കുന്നുണ്ട്, സത്യത്തിൽ ആലോചിക്കുന്നുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ തീരുമാനം എടുക്കാത്തത് ഈ പറഞ്ഞ പോലെ ഒരു ആർജവത്തിന്റെ കുറവുണ്ട്. മാത്രമല്ല പ്രത്യാഘാതങ്ങൾ ഭയക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇനിയും ഈ വ്യക്തി കോൺഗ്രസിൽ നിന്ന് ഈ വിധത്തിലുള്ള നിലപാടുകൾ പറയുന്നത് മാത്രമല്ല സനീഷ്, അദ്ദേഹത്തിന് ഒരിക്കലും പറഞ്ഞു പോകാൻ സാധിക്കില്ല. അങ്ങത് വിശദമായി ചൂണ്ടിക്കാട്ടിയതുകൊണ്ടാണ് ഞാൻ അതിനകത്തേക്ക് വരാത്തത്. പക്ഷേ ഒരു പോയിന്റ് മാത്രം, 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഇന്നലെയെങ്കിലും ഈ HRDS എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറി അജി കൃഷ്ണൻ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റ് നടത്താം. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, സവർക്കറിന്റെ പേരിലുള്ള ഒരു അവാർഡ് എനിക്ക് വേണ്ട, എൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ല എന്ന് പറയാമല്ലോ അദ്ദേഹത്തിന്. ഇപ്പോൾ ഇത് വിവാദമായി, മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായി. മൈക്ക് വെക്കുമ്പോൾ, കാറിൻ്റെ ഉള്ളിലേക്ക് മൈക്ക് വെക്കുമ്പോൾ ഞാനിത് സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഞാനതിന് പോകുന്നില്ല എന്ന് എനിക്ക് ഐ നെവർ ഹേർഡ് അബൌട്ട് ഇറ്റ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ട്വീറ്റോ ഇടുന്നതല്ലല്ലോ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന് യോജിച്ചിട്ടുള്ള രീതി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്തായാലും തരൂരിനെ അടക്കി നിർത്താൻ പഠിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ അത് ബാധ്യമാവുമെന്ന് ഞാൻ കരുതുന്നു. നിശ്ചയമായിട്ടും അത് തന്നെയാണ് എൻ്റെ കാര്യം. BJP-യിൽ എത്തുന്ന തരൂരിനെ അല്ല നരേന്ദ്രമോദിയും അമിത്ഷായും ഇഷ്ടപ്പെടുന്നത്. കോൺഗ്രസിൽ ഇരുന്ന് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ശശി തരൂരിനെ തന്നെയാണ് അവർക്കേറെ ഇഷ്ടം. BJP കുഴിച്ച കുഴിയിൽ വിശ്വപൗരൻ പെട്ടുകിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ആ കുഴിയിൽ കിടന്ന് തരൂരിനും ഇഷ്ടം പിടിച്ച മട്ടാണ്. കേരളത്തിൽ വേരാഴ്ത്തുന്നാൻ വെമ്പുന്ന BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം മുതൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം വരെ തരൂരിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് അണിയറ കഥകൾ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മടിക്കെട്ടിലിരിക്കുന്ന ഒരു വടവൃക്ഷമാണ് തരൂർ. തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. BJP-ക്കാവട്ടെ തരൂർ സ്വന്തം ക്യാമ്പിലെത്തിയാൽ അത് കോൺഗ്രസിന് ഒരു കൊട്ടു മാത്രമല്ല, വിലപിടിപ്പുള്ള ഒരു രാഷ്ട്രീയ ആസ്തിയാണ്. അത് മനസ്സിൽ കണ്ടു തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സുപ്രധാന നയതന്ത്ര ദൗത്യമായിരുന്ന റഷ്യൻ പ്രസിഡന്റിനുള്ള
അത്താഴ വിരുന്നിലേക്കും മോദി തരൂരിനെ തന്നെ ക്ഷണിച്ചത് ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു തസ്തിക തരൂരിന് നൽകാനും BJPക്ക് ഒരു മടിയും ഉണ്ടാകില്ല. തങ്ങളുടെ നയം ലോകത്തോട് ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ ശേഷിയുള്ള വിശാല ബന്ധങ്ങളുള്ള ഒരാളുടെ സാധ്യത എന്തിനു ഉപയോഗിക്കാതിരിക്കണം എന്നായിരിക്കും BJP ചിന്തിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഹിംസാത്മക ഹിന്ദുത്വത്തിന്റെയും അതിന്റെ രാഷ്ട്രീയ രൂപങ്ങളെയും കരുത്തുള്ള ഭാഷയിൽ എതിർത്തിരുന്ന ഒരു തരൂരുണ്ട്. വൈ ഐ ആം എ ഹിന്ദു എന്നെഴുതിയ ഒരു തരൂരുണ്ട്. മതേതരത്വത്തിനും ബഹുസ്വരതയ്ക്കും വേണ്ടി സംസാരിച്ചിരുന്ന ഒരു തരൂരുണ്ട്. തന്നെ ജയിപ്പിച്ച് MP ആക്കിയ സംഘടനയെയും അതിന്റെ ആദർശത്തെയും ബലി കൊടുത്തുകൊണ്ടാണ് പഴയ തന്നെയും പാടെ തള്ളി തരൂർ ആ കസേരയിൽ അമർന്നിരിക്കാൻ ശ്രമിക്കുന്നത്. ഒരുവൻ എല്ലാം നേടിയിട്ടും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് പിന്നെന്തു ഗുണം എന്നൊരു ബൈബിൾ വചനമുണ്ട്. തരൂരിന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും ഉചിതമായ നടപടി ഹൈക്കമാൻഡ് സ്വീകരിക്കുമോ എന്ന് കാത്തിരുന്നറിയാം.